കൊല്ലത്ത് നിന്നാണ് ആ വാർത്ത വരുന്നത്. വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ ആശുപത്രിക്കും സ്കാനിംഗ് സെന്ററിനുമെതിരെ രക്ഷിതാക്കൾ. കുഞ്ഞിന് വൈകല്യമുണ്ടെന്ന് 4 സ്കാനിംഗിലും അറിഞ്ഞില്ല. കൊല്ലം ബെൻസീർ ആശുപത്രിയിലായിരുന്നു കുഞ്ഞിന്റെ ജനനം. 2021 മെയ് 20 ചവറ തെക്കുംഭാഗം സ്വദേശികൾക്ക് പിറന്ന കുഞ്ഞിനാണ് അപൂർവ വൈകല്യമുള്ളത്. അരുൺരാജ്. അപ്പോൾ ആദ്യം ഞങ്ങളുടെ റിപ്പോർട്ടറിലേക്ക് പോകുന്നതിന് മുൻപ് ഈ കുഞ്ഞിന്റെ പിതാവ് ബിപിൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ബിപിൻ, ആദ്യം എനിക്കൊരു സംശയമുള്ളത്, 2021 മെയ് 20 ഈ കുഞ്ഞ് ജനിച്ചത് അല്ലേ? അതെ 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 അതെ. അപ്പോ എന്താണ് ഈ കുഞ്ഞിന്റെ പ്രശ്നം എന്നതാണ്? ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വൈഫിനിലോട്ടൊന്ന് കൊടുക്കാം ഫോൺ. പുള്ളിക്കാരി ഒന്ന് കറക്റ്റ് പറഞ്ഞു തരും. ഓക്കെ, ഹലോ, പറഞ്ഞോളൂ. കുഞ്ഞ് ജനിച്ചപ്പോ കുഞ്ഞിന് മുറിച്ചുണ്ട്, മുറിയണ്ണാക്ക്, പിന്നെ ക്ലെഫ്റ്റ് ഫൂട്ടും ക്ലെഫ്റ്റ് ഹാൻഡും. അതായത് വിരലുകള് കയ്യില് 3 വിരലുകൾ വീതമേ ഉള്ളൂ, കാലില് 2 വിരലുകളും. ഓക്കെ. ഇപ്പൊ ഈ കുഞ്ഞിന് 4 വയസ്സാകുന്നു അല്ലേ? 4 വയസ്സിനോട് അടുക്കുന്നു. മെയ് ആവുമ്പോ 4 വയസ്സാകും. കുഞ്ഞിന്റെ മറ്റ് വളർച്ച എങ്ങനെയാണ്? ഇപ്പൊ 4 വയസ്സ് വരെ ഇപ്പൊ ഇതിങ്ങനെ ജീവിക്കുമ്പോൾ എങ്ങനെയാണ്? സാധാരണഗതിയിലേക്കൊരു വളർച്ചയുള്ള രീതിയിലാണോ കുഞ്ഞ്? 4 വയസ്സിലെ കുട്ടിയുടെ വളർച്ചയൊക്കെ ഉണ്ട്, പക്ഷെ അവന്റെ ഓരോ കാര്യങ്ങളും വളരെ താമസമായിരുന്നു. അതായത് അവൻ നടക്കാൻ തുടങ്ങിയത് തന്നെ 1.5 വയസ്സായപ്പോഴാണ് നടക്കാൻ തുടങ്ങിയത്. പിന്നെ സംസാരം തന്നെ ഇതുവരെ വ്യക്തത ആയിട്ടില്ല. പിന്നെ അവന് നമ്മൾ 1.25 വയസ്സ് വരെ ലിക്വിഡ് ഫുഡ്സുകളാണ് കൊടുത്തിരുന്നത്. 1.25 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് സോളിഡ് ഫുഡിലോട്ട് കടന്നത്. ശരി, താങ്കളുടെ പേര്, അമ്മയുടെ പേരൊന്ന് പറയാമോ? വിജി. വിജി. ഇത് എന്താണ് ശരിക്കും നിങ്ങളുടെ പരാതി? ഇതിൽ സ്കാനിങ്ങിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത് അത്ഭുതകരമാണ്. നമ്മൾ ഇതുപോലെ തന്നെ ആലപ്പുഴയിൽ ഇതേപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായത് അറിയാം. എത്ര സ്കാനിങ് നടത്തി, ഇതൊക്കെ ഇപ്പൊ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. 4 സ്കാനിങ് നടത്തി, 4 സ്കാനിങ്ങിലും ഒരു തരത്തിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണോ? ഒരു തരത്തിലും സ്കാനിങ് റിപ്പോർട്ടുകളിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഈ സ്കാനിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് നോർമലായിട്ടുള്ള കുഞ്ഞാണ്, നോർമൽ ഗ്രോത്ത് ഉണ്ട്, ഓരോ അവയവങ്ങളും അതത് കാലയളവിൽ അത് കൃത്യമായി രൂപപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണോ? അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടറും നമ്മളെ അടുത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയാണ് ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നതും. ഹോസ്പിറ്റലിനകത്തുള്ള സ്കാനിങ് സെന്ററിലാണ് നമ്മൾ ചെയ്യുന്നതും സ്കാനിങ്. എല്ലാ കാര്യങ്ങളും അവര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാ. ഈ 4 സ്കാനിങ്ങും നടത്തിയത് ഈ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുള്ള സ്കാനിങ് സെന്ററിലാണല്ലേ? സ്കാനിങ് സെന്ററിൽ തന്നെ ചെയ്തത്. ഡോക്ടർ ആശാ ഹരിദാസ് ആണ് ഗൈനക്കോളജിസ്റ്റ്. റേഡിയോളജിസ്റ്റ് ഡോക്ടർ ബെറ്റി മത്തായി. അപ്പൊ ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ റേഡിയോളജിസ്റ്റ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കുഞ്ഞിനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ആ റിപ്പോർട്ടുകളുടെ ഒക്കെ കോപ്പിയും കയ്യിലുണ്ടല്ലേ? എല്ലാത്തിനും കോപ്പി കയ്യിലുണ്ട്. സ്കാനിങ് സെന്ററിലെ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് ഒന്നും തന്നെ കുഴപ്പമില്ല, കുഞ്ഞിന് എല്ലാ വളർച്ചയും എല്ലാ തരത്തിലുള്ള ആരോഗ്യമുള്ള കുട്ടിയാണെന്നാണ് പറഞ്ഞിരുന്നത്. ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ഡോക്ടറിന്റെ പ്രതികരണം എന്തായിരുന്നു? ഡോക്ടർ എന്റെ അടുത്ത് അതായത് ഐസിയുയിൽ നിന്ന് റൂമിലോട്ട് മാറ്റുന്നത് വരെ ഒരു കാര്യങ്ങളും എന്നോട് പറഞ്ഞില്ല. കുട്ടിയെ പോലും കാണിച്ചില്ല. കുട്ടിയെ കാണിക്കുന്നത് കുഞ്ഞ് സിസേറിയനിലൂടെ പുറത്തെടുത്ത് ഒരു 5 ദിവസം കഴിഞ്ഞാണ് ഞാൻ കുട്ടിയെ കാണുന്നത്. കുഞ്ഞ് എവിടെയാണെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്? NICU-ലാണെന്നാണോ? കുഞ്ഞിന് ശ്വാസതടസ്സമുണ്ട്, അതുകൊണ്ട് NICU-ലോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അല്ലാതെ ഈ വിരലുകൾക്ക് വൈകല്യമുണ്ട്, വളർച്ച പൂർണ്ണമായ എല്ലാ അവയവങ്ങളും രൂപപ്പെട്ടു അതൊന്നും പറഞ്ഞിട്ടില്ല? അത് അമ്മയെന്ന നിലയിൽ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഹസ്ബൻഡിനോടൊക്കെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡിനോടും എന്റെ അമ്മയോടും മറ്റു ബന്ധുക്കളോടും എല്ലാം പറഞ്ഞായിരുന്നു. അതെ. അപ്പോൾ എന്താണ് ഈ ആശുപത്രി അധികൃതർ, ഇപ്പൊ ഡോക്ടറിന്റെ ആണെങ്കിലും റേഡിയോളജിസ്റ്റിന്റെ ഒക്കെ ആണെങ്കിലും വിശദീകരണം എന്താണ്? ഇത് കണ്ടെത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ അന്വേഷിച്ചില്ലേ വിജി? അവര് പറയുന്നതെന്ന് വെച്ചാൽ രണ്ടാം ദിവസമാണ് ഞാൻ അതായത് ICU-ന്ന് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് എന്നോട് പറയുന്നത് കുഞ്ഞിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇത് സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റിയില്ല എന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടി 8ാം മാസത്തിലുള്ള സ്കാനിങ്ങിലാണ് നിങ്ങൾ ഇത് അറിയുന്നതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ മറുപടി.
ഇത് മറ്റേതെങ്കിലും ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തിരുന്നോ? കാരണം ഇതേപോലെ 4 സ്കാനിങ് നടത്തിയാൽ ഈ ഒരു വൈകല്യം കണ്ടെത്താനാകുമായിരുന്നു എന്ന അഭിപ്രായം ആരെങ്കിലും മറ്റേതെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞു? ഡോക്ടേഴ്സ്, അതായത് മോന്റെ സർജറി സംബന്ധമായി നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ പല ഡോക്ടേഴ്സും നമ്മളോട് പറയുകയുണ്ടായി, അതായത് 5ാം മാസത്തെ അനോമലി സ്കാനിങ്ങിൽ കുട്ടിയുടെ വൈകല്യങ്ങൾ ഡിറ്റക്ട് ചെയ്യുമെന്ന്. അല്ല, അപ്പൊ ഇതേ സ്കാനിങ് തന്നെ ആയിരുന്നോ നടത്തിയിരുന്നത്? അതേക്കുറിച്ചൊരു വ്യക്തതയുണ്ടോ? ഈ അനോമലി സ്കാനിങ് തന്നെയായിരുന്നു അന്ന് നടത്തി? അനോമലി സ്കാനിങ് ആണെന്നും പറഞ്ഞാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് 5ാം മാസത്തെ സ്കാനിങ്. ഈ ഒരു കുട്ടിയാണോ ഉള്ളത് ബിജി? അല്ല, ഇത് 2ാമത്തെ കുട്ടിയാണ്. ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ 4 വയസ്സാകാറാകുന്ന സമയത്ത് ഒരു 4 വയസ്സുള്ള ഒരാളെ പോലെ തന്നെയുള്ള വളർച്ചയിലേക്ക് കുഞ്ഞെത്തുന്നുണ്ട്, ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ ഒഴിച്ചാൽ അല്ലേ? വൈകല്യങ്ങൾ ഒഴിച്ച് പിന്നെ സംസാരവും ഇതുവരെ കറക്റ്റ് ആയിട്ടില്ല. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ചെറിയ രീതിയിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കുഞ്ഞിനുണ്ട്. വിജയ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കാരണം ഈ പരാതി 2021 അന്ന് സംഭവിച്ച കാര്യമാണല്ലോ. അപ്പോൾ ഇപ്പോ ഈ പരാതിയുമായി വരാനുള്ള ഒരു കാര്യം എന്താണ്? അതൊരു വൈകൽ ഉണ്ടോ അതില്? അത് നമ്മളെ ആദ്യമേ നമ്മുടെ മാനസികാവസ്ഥ മൂലം നമ്മൾ ഒരു പരാതി കാര്യങ്ങളിലോ പോയില്ല. പിന്നെ കോർട്ട് മുഖേനയുള്ള പരാതിയിലോട്ടാണ് ശ്രമിച്ചത്. പിന്നീട് ഇപ്പം മറ്റിതേ കണക്കുള്ള വിഷയങ്ങൾ മീഡിയയിലൂടെ വരുന്നത് കൊണ്ട് നമ്മളും അത് മുമ്പോട്ട് കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചു. നിലവിൽ എവിടെയെങ്കിലും പരാതിയോ മറ്റോ കൊടുത്തിട്ടുണ്ടോ വിജി? പോലീസിലോ മറ്റോ? പോലീസിലില്ല, കോർട്ട് മുഖാന്തരം പരാതിയുണ്ട്, കൺസ്യൂമർ കോർട്ടിലൂടെ. അപ്പോൾ ഇതിൽ ഈ കുഞ്ഞിന് ഇപ്പോൾ നിലവിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ശസ്ത്രക്രിയയിലൂടെ ഒക്കെ ശരിയാക്കാം എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ഡോക്ടേഴ്സിനെ കണ്ടോ? നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ട് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നത് അല്ല, എന്നാലും ഒരു പരിധി വരെ സർജറിയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ വിരലില്ലാത്തത്, അതുപോലെ തന്നെ ഈ മുറി അണ്ണാക്ക് മുറിച്ചുണ്ടെന്നൊക്കെ പറയുന്നതിന് പരിഹാരം ഒരുപക്ഷെ കാണാൻ കഴിയുമായിരിക്കും അല്ലേ? വിരലില്ലാത്തതിന് അതായത് അവൻ ആ വിരലുകൾ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്ത് ശീലിക്കണം. പിന്നെ മുറിച്ചുണ്ട് മുറി അണ്ണാക്ക് എന്ന കാര്യത്തിന് അണ്ണാക്കില് അവന് സർജറി നടത്തിയ സമയത്ത് ചെറിയ ഇൻഫെക്ഷൻ വന്ന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് ഡോക്ടർ പറയുന്നത്. അതുപോലെ സംസാരശേഷിയൊക്കെ അത് സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം ഡോക്ടേഴ്സ് പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലേ? ഈ നിയമ നടപടിയുമായി പോയപ്പോൾ ഈ ആശുപത്രിയുടെയും സ്കാനിംഗ് സെന്ററിന്റെയും ഭാഗത്തു നിന്ന് ഏതെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള പ്രതികരണവും അവർക്കുണ്ടായ. പിന്നെ ഡോക്ടർ കോർട്ട് മുഖേന വക്കീൽ മുഖേന അറിയിച്ചതെന്ന് വെച്ചാൽ അവരുടെ ഗുഡ് വില്ല് നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്നു ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്? പോവുകയാണ്. ശരി, ഏതായാലും ആ കുഞ്ഞ് ആരോഗ്യത്തോടെ ജീവിക്കട്ടെ എന്ന് നമ്മൾ പറയുകയാണ്, അങ്ങനെ ആശംസിക്കുകയാണ്. നിങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുവെന്ന് പറയുമ്പോൾ അതങ്ങനെ നടക്കട്ടെ. നന്ദി ബിജി പ്രതികരിച്ചതിനൊപ്പം. വിപിൻ അരുൺരാജ് ഞങ്ങളുടെ റിപ്പോർട്ടറുണ്ട് വിശദാംശങ്ങളുമായി. അരുൺരാജ്, നമ്മൾ സമാന സംഭവമാണ് ആലപ്പുഴയിൽ കണ്ടത്. അത് കുറെ കൂടി ഗുരുതരമാണ് എന്ന് തോന്നുന്നു. ആ കുഞ്ഞിന് ഒരു തരത്തിലും ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലേ അല്ല. ഈ കുഞ്ഞ് കുറച്ചുകൂടി ആരോഗ്യവാനാണ് എന്ന് തോന്നുന്നു. കാരണം 4 വയസ്സ് വരെ ഇപ്പോൾ ആ തരത്തിലേക്ക് എത്തുന്നു. അത് കുറച്ചുകൂടി അത് പരിഹരിക്കാൻ കഴിയും പ്രശ്നങ്ങൾ എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇതെന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഗൗരവതരമായ ചോദ്യമുണ്ടല്ലോ. റേഡിയോളജിസ്റ്റിനും ഡോക്ടേഴ്സിനും ഒന്നും ഈ സ്കാനിങ്ങിലൂടെ എന്തുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, മാതാപിതാക്കളെ അറിയിക്കാൻ കഴിഞ്ഞില്ല? അനുജ, ഇതിൽ ഏറ്റവും പ്രധാനം ഇത് ഈ 4 സ്കാനിങ് അത് പണം അടച്ചിട്ടാണ് ഒരു സ്വകാര്യ ലാബിലും ഈ ആശുപത്രിയിലും നടത്തുന്നത്. ഈ 4 സ്കാനിങ്ങിലും ഇത് കണ്ടെത്താൻ കഴിയാതെ പോയത് ഗുരുതരമായ വീഴ്ചയാണ്. ഇതുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ നിന്ന് വ്യത്യസ്തമായ സംഭവമാണ് കൊല്ലത്തേത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ കുഞ്ഞിന്റെ കൈപ്പത്തി, കാൽപ്പത്തി ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഈ കുഞ്ഞ് എത്ര നാൾ സർവൈവ് ചെയ്ത് പോകുമ്പോഴും ഈ കുഞ്ഞിന് ഈ 3 വിരലുമായി, ഈ 2 കാലിലെ 2 വിരലുമായി തന്നെ ജീവിക്കേണ്ട അവസ്ഥ വരും. അവൻ നടക്കുമ്പോഴും അവൻ എഴുതുമ്പോഴും അവൻ മറ്റൊരാളെ ശരീരത്തിൽ പിടിക്കുമ്പോഴുമെല്ലാം അവനൊരു പരിമിതികൾ ഇതിനെല്ലാം തന്നെ ഉണ്ട്. ഇതിനെല്ലാം കാരണം ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇതെന്തുകൊണ്ട് ഈ സ്കാനിങ്ങിൽ കണ്ടെത്താൻ കഴിയാതെ പോയി എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ഈ ആശുപത്രിക്കോ ഡോക്ടർക്കോ സ്കാനിംഗ് സെന്ററിനോ ഒന്നും തന്നെ കഴിയാതെ പോകുന്നു. ഇവർ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡെലിവറിക്ക് ശേഷം ഈ കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോകാൻ ഈ അമ്മയ്ക്കും അച്ഛനും വലിയ രീതിയിൽ മാനസിക പ്രയാസമായിരുന്നു. ഒടുവിൽ വാക്സിനേഷനായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഈ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് അവിടുത്തെ ഡോക്ടർമാർ ഈ മറ്റു സ്ഥലങ്ങളിൽ
കേന്ദ്രങ്ങളിലേക്ക് റെഫർ ചെയ്യുന്നത്. അങ്ങനെ ഈ കുഞ്ഞ് 4 വയസ്സിനിടയിൽ നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയമായി. ഇപ്പോൾ ഈ മുറിച്ചുണ്ട്, അത് പൂർണ്ണമായി ഇപ്പോൾ പരിഹരിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ ആ കുഞ്ഞിന്റെ ആ വായ്ക്കുള്ളിൽ മറ്റൊരു മുറിവ് തന്നെ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കുഞ്ഞിന് ഈ 4 വർഷത്തിനിടയിൽ, അതായത് 4 വയസ്സിനിടയിൽ അവൻ നേരിട്ട അല്ലെങ്കിൽ അവൻ കടന്നുപോയ ഈ വേദനകൾ, അവൻ തിന്ന വേദനകൾ, അത് ഒരു തരത്തിലും ഒരു നിയമത്തിനും അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നോ പരിഹരിക്കാൻ കഴിയുന്നോ ബെൻസീർ ആശുപത്രി അധികൃതർ ഡോക്ടേഴ്സിനോടൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ അരുൺ രാജ്? ഇത് ഒരല്പം വൈകിട്ടുണ്ടല്ലോ. 2021 ഈ കുഞ്ഞുണ്ടായത്. ഇപ്പൊ 2025 ആകുമ്പോൾ, മെയ് ആകുമ്പോൾ 4 വർഷമാവുകയാണ്. അപ്പോൾ ആ ഡോക്ടറൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ടോ? നമുക്ക് അവരോട് ആരോടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞോ? ഈ ഡോക്ടർ ഇപ്പോഴും ഈ ആശുപത്രിയിൽ തന്നെയുണ്ട്. ഞാൻ ഈ ഡോക്ടറോടക്കം ഈ കാര്യങ്ങൾ വിശദീകരണം തേടിയതാണ്. പക്ഷേ അവർ ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറല്ല. ഇക്കാര്യങ്ങൾ 6 മാസം മുമ്പാണ് നിയമ നടപടിയുമായി ഈ കുടുംബം പോകുന്നത്. അതിനു മുമ്പ് അവർ എന്തുകൊണ്ട് പോയില്ല എന്ന ചോദ്യം നമുക്ക് മുന്നോട്ട് ഞാനും ചോദിച്ചതാണ്. അപ്പോൾ പറഞ്ഞത് അതിനുള്ള മാനസികാവസ്ഥയായിരുന്നില്ല. തങ്ങളുടെ കുഞ്ഞിനെ, അത് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിച്ച് നടത്തുക, സാധാരണ മനുഷ്യനെ പോലെ, സാധാരണ കുട്ടിയെ പോലെ അവനെ ഒന്ന് മാറ്റുക, അതായിരുന്നു അവരുടെ ആദ്യ പ്രയോറിറ്റി. ഇതിനുശേഷമാണ് ഈ പലർ പറഞ്ഞത്, അത് നിയമവിദഗ്ധരടക്കം ഡോക്ടേഴ്സ്മാരടക്കം ഇവരോട് പറഞ്ഞ ശേഷമാണ് ഇക്കാര്യത്തിലൊരു മെഡിക്കൽ നെഗ്ലിജൻസ് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഉണ്ട്, അക്കാര്യത്തിൽ നിയമ നടപടിയുമായി പോകണം എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഇവർ നിയമ നടപടിയിലേക്ക് നീങ്ങിയത്. അപ്പോഴും അവർ പോലീസിനല്ല പരാതി കൊടുത്തത്, കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ പരിഹാരം എന്നതിനപ്പുറം മറ്റൊരാൾക്ക് ഇത് ഉണ്ടാകരുത് എന്ന ആവശ്യമാണ് ഈ മാതാപിതാക്കൾക്ക് നിലവിലുള്ളത്. കോടതിക്ക് മുമ്പാകെ ഇവർ മുന്നോട്ട് വെച്ച വാദത്തിന് ഈ ആശുപത്രിയിലെ ഡോക്ടറും അതുപോലെ സ്കാനിംഗ് സെന്ററും പറഞ്ഞ വാദങ്ങൾ രണ്ടും രണ്ടാണ്. തങ്ങളുടെ ഭാഗത്തെ പിഴവല്ല എന്നതായിരുന്നു സ്കാനിംഗ് സെന്ററിന്റെ വാദമെങ്കിൽ ഡോക്ടർ പറഞ്ഞത് ഇത് സ്കാനിങ്ങിലൂടെ കണ്ടെത്താൻ കഴിയാതെ സ്കാനിങ്ങിലെ നെഗ്ലിജൻസ് ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഇത് ആരും ഈ ഉത്തരവാദിത്തം, ഈ കുഞ്ഞ് ഇങ്ങനെ ജനിച്ചതിൽ ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആശുപത്രിയോ ആശുപത്രിയുടെ ഈ ഡോക്ടറോ അതുമായി ബന്ധപ്പെട്ട സ്കാനിംഗ് സെന്ററോ ഒന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി മറ്റൊരാൾക്ക് ഈ ഗതി വരാതിരിക്കാനാണ് ഈ അമ്മയും അച്ഛനും ഈ ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഇപ്പോൾ അവർ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും കോടതിക്ക് മുമ്പാകെ ഈ വിഷയം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കോടതി വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുകയും ചെയ്യുന്നു. എന്നാലും പരസ്യ പ്രതികരണത്തിനോ അല്ലെങ്കിൽ ഈ വിഷയത്തിലെ വിശദീകരണത്തിനോ ആശുപത്രി മാനേജ്മെന്റോ ഡോക്ടറോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ശരി, അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏറെ സങ്കടകരമാണ്. കാരണം ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്കാനിംഗ് നടത്തുന്നത്. അപ്പൊ നമ്മൾ എന്തിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടതെന്നൊരു ചോദ്യം വരും അല്ലേ? കാരണം ഇത് കണ്ടുപിടിക്കപ്പെടേണ്ടതാണ്. അതിനുവേണ്ടിയാണല്ലോ ഈ സ്കാനിംഗ് ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്യുന്നത്. സ്കാനിങ്ങിനൊക്കെ വലിയ തുകയാണ് ഈടാക്കുന്നതും. അതെ.